ധാർമ്മികത മതം ഉണ്ടാക്കിയതല്ല എന്ന് പറഞ്ഞല്ലോ. മനുഷ്യൻ ജീവിക്കുന്ന സമൂഹം, കാലഘട്ടം, പ്രദേശം അതിനൊക്കെ അനുസരിച്ച് ക്രമമായി വികസിച്ചു വന്നതാണ് മനുഷ്യൻ്റെ ധാർമ്മികത. അത് ഇനിയും വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിവിടെ നിൽക്കുന്നതൊന്നുമല്ല, എല്ലാം ഡൈനാമിക് ആയിട്ടുള്ളതാണ്. ഇന്നലെ തിരിച്ചറിയാത്ത പല തെറ്റുകളും ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തിരിച്ചറിയാത്ത പല ശരികളും ഇന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ തന്നെ ട്രാൻസ്ജെൻഡറുകൾ എന്ന് പറയുന്ന ഒരു മനുഷ്യവിഭാഗത്തെ മനുഷ്യരായി അംഗീകരിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിലേക്ക് ആളുകൾ വരുന്നത് ഇപ്പോഴാണ്. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം മാത്രമാണ് അങ്ങനെയുള്ള മനുഷ്യരും മനുഷ്യരാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് ചെറിയൊരു ശതമാനം ആളുകളിലേക്ക് എത്തുന്നത്. ഇതൊന്നും നേരത്തെ ഇല്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ മനുഷ്യൻ്റെ ധാർമ്മിക ചിന്ത സമൂഹം വികസിക്കുന്നതിനനുസരിച്ച് വികസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ മനുഷ്യൻ്റെ ധാർമ്മികതയുടെ മേൽ ഇടിത്തീ പോലെ വീണ ഒരു ഭീകരമായ ഇടിത്തീൻ്റെ പേരാണ് മതം. എന്താ കാരണം എന്നറിയോ? ധാർമ്മികതയുടെ വികാസത്തെ തടഞ്ഞു നിർത്തുക എന്ന പ്രതിലോമപരമായ കാര്യമാണ് എല്ലാ മതങ്ങളും ചെയ്തു പോന്നിട്ടുള്ളത്. മതം ഉണ്ടായ കാലഘട്ടത്തിലെ സമൂഹത്തിൽ, ആ പ്രദേശത്ത്, ആ ഗോത്രകാലത്തെ മനുഷ്യ സമൂഹത്തിൽ എന്തായിരുന്നോ ശരിതെറ്റുകൾ, ആ ശരിതെറ്റുകളെ പെറുക്കിക്കൂട്ടി പുസ്തകമുണ്ടാക്കി വെച്ച് ആ പുസ്തകത്തിൻ്റെ മേൽ നൂറ്റാണ്ടുകളോളം അടയിരിക്കുകയാണ് മതം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൻ്റെ ശരികളെയും തെറ്റുകളെയും ധാർമ്മികതയുടെ വികാസത്തെയും ഏറ്റവും കൂടുതൽ തടസ്സപ്പെടുത്തുന്നത് ഈ അടയിരിക്കുന്ന കാലഹരണപ്പെട്ട മതബോധമാണ്. ഇസ്ലാം എന്ന മതത്തിൻ്റെ ധാർമ്മികത വളരെ വിചിത്രമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, തെറ്റുകൾ ചെയ്യുക എന്നതാണ് ദൈവത്തിന് ഇഷ്ടം എന്ന കഥ. എന്ന് മാത്രമല്ല, ഇസ്ലാമിൽ ആകെ ഗൗരവമേറിയ ഒരു തിന്മ മാത്രമേ ഉള്ളൂ, ഒരു നന്മ മാത്രമേ ഉള്ളൂ. നിങ്ങളെ സ്വർഗം ഉറപ്പിക്കുന്ന ഒരു നന്മ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് മോചനം ഉറപ്പിക്കുന്ന ഒരു നന്മ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നരകം ഉറപ്പിക്കുന്ന ഒരു തിന്മ മാത്രമേ ഉള്ളൂ. എന്താ തിന്മ എന്നറിയോ? ദൈവവിശ്വാസം, ദൈവാരാധന, മതവിശ്വാസം, മതാചാരങ്ങൾ. ഇതാണ് നിങ്ങൾക്ക് നരകം ഉറപ്പിക്കുന്ന ഏറ്റവും വലിയ തിന്മ. വേറെ ഏത് തിന്മയും അള്ളാഹു പൊറുക്കും. വേറെ ഏത് തിന്മ ചെയ്താലും അള്ളാഹു നിങ്ങളെ സ്വർഗത്തിലിടും. പക്ഷേ നിങ്ങൾ ഈശ്വരാരാധന എന്ന മഹാപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, മതവിശ്വാസം എന്ന മഹാപാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിത്യനരകമാണ് എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത്. ഒറ്റ ഉപാധിയുള്ളൂ: നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരൻ, നിങ്ങൾ വിശ്വസിക്കുന്ന മതം, നിങ്ങൾ ആരാധിക്കുന്ന ഈശ്വരൻ അത് നമ്മളെ ആയിരിക്കരുത്, എങ്കിൽ നിങ്ങൾക്ക് നരകം ഉറപ്പാണ്. എന്നാൽ നിങ്ങൾ എന്ത് തിന്മ ചെയ്തോ, നിങ്ങൾ മരിക്കാൻ നേരത്ത് കലിമ ചൊല്ലിയാൽ നിങ്ങൾക്ക് സ്വർഗം. അബൂദറിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അബൂദർ ചോദിച്ചു, എങ്ങനെ പ്രവാചകരെ? അപ്പോൾ ഒരു മനുഷ്യൻ കണ്ടമാനം കൊലപാതകവും വ്യഭിചാരം ഒക്കെ ചെയ്താൽ അയാൾ സ്വർഗത്തിൽ പോകും. സ്വർഗത്തിൽ പോകും. അപ്പോൾ ഇയാൾ മോഷണം നടത്തിയാലോ? അയാൾ സ്വർഗത്തിൽ പോകും. അപ്പോൾ അബൂദർ പിന്നെ കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. ഇതൊക്കെ ചെയ്താലും എന്ന് ചോദിച്ചു. അവസാനം പ്രവാചകൻ ദേഷ്യം പിടിച്ചിട്ട് പറയും, അബൂദറിനൊന്നും ഇഷ്ടമല്ലെങ്കിലും ശരി, അള്ളാഹ് സ്വർഗത്തിലിടും. ഈ ഹദീസും അവിടെ കിടപ്പുണ്ട്, ബുഖാരിയിലുണ്ട് ഈ ഹദീസ്. അപ്പോൾ ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുക എന്ന ശിർക്കാണ്. അള്ളാഹു സ്വർഗം ഉറപ്പ് തരുന്ന ഒരു നന്മ എന്ന് പറയുന്നത്, ബാക്കിയുള്ള നന്മകളൊന്നും പ്രശ്നമല്ല, ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം ഉറപ്പ് തരുന്ന ഒരു നന്മ എന്ന് പറയുന്നത് തൗഹീദാണ്. അള്ളാഹു എന്ന ഒറ്റപ്പടച്ചോനിൽ വിശ്വസിക്കുക, ആരാധിക്കുക എന്ന ഏർപ്പാട്. ഇവിടെ മതം തന്നെ സൃഷ്ടിക്കുന്നത് ഏറ്റവും വലിയ തിന്മയാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ ഈ പറയുന്നതാണ് ഏറ്റവും വലിയ തിന്മ, ഈ തൗഹീദ്. കാരണം അതിൻ്റെ പേരിലാണ് മനുഷ്യരെ വിഭജിക്കുകയും മനുഷ്യരെ വെറുക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇസ്ലാം എന്ന മതം 4 മഹാതിന്മകളുടെ മുകളിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള മതമാണ്.
മനുഷ്യൻ മനുഷ്യനോട് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ തിന്മകളെ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യം വരുന്ന 4 തിന്മകൾ ചെയ്തുകൊണ്ടാണ്, ആ 4 തിന്മകളുടെ അടിത്തറയിലാണ് ഈ മതം കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. 1 ചതി, 2 വയലൻസ്, 3 കൊള്ള, 4 അടിമക്കച്ചവടം, അടിമത്തം. ഈ 4 തിന്മയും ഉപയോഗിച്ചുകൊണ്ട് ആ കെട്ടിപ്പൊക്കിയ മതമാണ് ഇസ്ലാം എന്ന് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിച്ചാൽ ആർക്കും ബോധ്യപ്പെടും. ഇന്ന് ഈ പറഞ്ഞതൊക്കെ തിന്മയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം, പക്ഷേ ഇതൊക്കെ നന്മയാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ മതം വളർന്നു വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യൻ്റെ ധാർമ്മികതയുടെ മേൽ പതിച്ചിട്ടുള്ള ഇടിത്തീയാണ് മതം. മതം ധാർമ്മികതയെ നിലനിർത്തുകയല്ല, ധാർമ്മികതയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. എവിടെ ധാർമ്മികതയുണ്ടോ അവിടെ അതിനെ നീക്കം ചെയ്തിട്ട് പാപം കൊണ്ടുവരുമെന്ന് അള്ളാഹ് പറഞ്ഞു എന്ന് പഠിപ്പിക്കുന്ന ഈ മതം ഒരിക്കലും മനുഷ്യനിൽ ധാർമ്മികത സൃഷ്ടിക്കില്ല. മറിച്ച് മനുഷ്യൻ സഹകരിച്ചുകൊണ്ട് ജീവിക്കേണ്ട സാമൂഹ്യ ജീവിയാണ് താൻ എന്ന് ഓരോരുത്തരും തിരിച്ചറിയുമ്പോഴാണ് മനുഷ്യൻ ധാർമ്മിക ജീവിയായി മാറുന്നത്. മാഷ് പറഞ്ഞതിനോട് ഒരു ചെറിയ കാര്യം കൂടി ആഡ് ചെയ്യാമെന്ന് തോന്നി. എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചത് അള്ളാഹു ആണ് എന്നാണ് ഇസ്ലാമിൻ്റെ വിശ്വാസം. അള്ളാഹു അല്ലാത്ത എല്ലാത്തിൻ്റെയും സൃഷ്ടി, ജീവിതവും മരണവും, ജീവനും മൗത്തും ഹയാത്തിനും ഉടമസ്ഥനാണ് അള്ളാഹു. നന്മയും തിന്മയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. ധർമ്മവും അധർമ്മവും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അധാർമികത അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ചൊവ്വാഴ്ചയാണ് സൃഷ്ടിച്ചത്. ചൊവ്വാഴ്ച തിന്മ, അധാർമികതയുടെ എല്ലാ തിന്മകളുടെയും മൂർത്തിമത് ഭാവം പിശാചാണ്. ആ പിശാച് അള്ളാഹു പ്രത്യേകമായി പിക്ക് ചെയ്ത ഒരു ജിന്നിൻ്റെ വകഭേദമാണ്, അതിൻ്റെ പരിണാമമാണ്. അപ്പോൾ അള്ളാഹു തിന്മ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചു എന്നും അള്ളാഹു ഭൂമിയിൽ തിന്മ നടമാടണം എന്നാഗ്രഹിച്ചു എന്നും മനുഷ്യർ അധാർമികരായി ജീവിക്കണമെന്നും അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിന് അള്ളാഹുവിനോളം പഴക്കമുണ്ടെന്ന് വേണം നമ്മൾ വിചാരിക്കാൻ. കാരണം മനുഷ്യർ തിന്മ ചെയ്യാൻ കാരണമാകുന്ന പിശാചിനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് തിന്മ ചെയ്യുന്ന മനുഷ്യരെ കത്തിക്കാനുള്ള നരകത്തിൽ അള്ളാഹു വിറക് കത്തിച്ച് തുടങ്ങിയിരുന്നു എന്നർത്ഥം. അതാണ് വിശ്വാസം. ഇബ്ലീസിനെ സൃഷ്ടിക്കുന്നതിന് മുൻപാണ് നരകം അള്ളാഹു സൃഷ്ടിച്ചതെങ്കിൽ അള്ളാഹു ധാർമ്മികത ഉദ്ദേശിച്ചിട്ടേയില്ല. അള്ളാഹു ഉദ്ദേശിക്കാത്തൊരു കാര്യം ഇസ്ലാമിൻ്റെ മേലിൽ ആരോപിക്കുകയാണ്. മുഹമ്മദ് നബി ചെയ്തു കാണിച്ചിട്ടില്ലാത്തൊരു കാര്യം ഇന്നത്തെ കാലത്തെ ധാർമ്മിക സാഹചര്യത്തിൽ അള്ളാഹുവിലും മതത്തിലും ആരോപിക്കുക എന്ന ദൈവനിഷേധമാണ് ഇസ്ലാം ധാർമ്മികമാണ് എന്ന് ഉദ്ഘോഷിക്കുക വഴി ഇവിടുത്തെ ദാഴിമാർ ചെയ്യുന്നത്. അള്ളാഹുവിനോട് ചെയ്യുന്ന അക്രമമാണ് ഇസ്ലാം ധാർമ്മികമാണ് എന്ന അവകാശവാദം എന്ന് ചുരുക്കം. ഇനി ജബ്ബാർ മാഷും എം അക്ബറും നടന്ന സംവാദത്തിൽ ശാസ്ത്രീയമായ ഒരു അത്ഭുതമായിട്ട് എം അക്ബർ കൊണ്ടുവന്നൊരു ഖുർആൻ വചനമുണ്ട്. ഔക്കലുലുമാത്തുൻ ഫി ബഹരിൽ ലുജ്ജി എന്നിട്ട് ഇത് അള്ളാഹു പറയുന്നത്, അല്ലെങ്കിൽ ഖുർആനിൽ പറയുന്നത്, നേരത്തെ പറഞ്ഞ ഒരേ ഒരു നന്മ പുൽകാത്ത ആളുകളുടെ സൽക്കർമ്മങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഫലത്തെക്കുറിച്ചാണ്. അതായത് തൗഹീദ് എന്ന് പറയുന്ന, ഞാൻ നേരത്തെ മാഷ് സംസാരിച്ചപ്പോൾ മൈക്കെടുത്തത്, ദൈവവിശ്വാസിയാവുക മതവിശ്വാസിയാവുക എന്ന ഒരു നിബന്ധന മുന്നിൽ വെച്ചാൽ ഇസ്ലാം പൂർത്തിയാവില്ലല്ലോ. നിങ്ങൾ അവസാനം അത് പറഞ്ഞു, തൗഹീദിലേക്ക് തന്നെ എത്തണം. അപ്പോൾ ഒരാൾ തൗഹീദിലായിരിക്കുക, അള്ളാഹുവിനെ വിശ്വസിക്കുക, പ്രവാചകന്റെ പ്രവാചകത്വം അംഗീകരിക്കുക എന്ന നിബന്ധന വെച്ചുകൊണ്ട് മാത്രമാണ് മനുഷ്യരുടെ നന്മയും തിന്മയും വിലയിരുത്തുന്നത് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി, വീണ്ടും മുജാഹിദ് ബാലുശ്ശേരി തൗഹീദ് നന്നായിട്ട് പറയുന്ന ഒരാളാണ്. മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത്, ഒരാൾ ജീവിതകാലം മുഴുവൻ ഒരു തിന്മയും ചെയ്തില്ല, എല്ലാ സൽപ്രവർത്തനവും ചെയ്തു, പക്ഷെ ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് വിളിച്ചു, അയാളുടെ ജീവിതം കൊഞ്ഞാട്ടാവും എന്ന് അയാൾ പറയാൻ കാരണം ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ ഒരു മനുഷ്യൻ മറ്റു മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്ന നന്മ, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന സൽപ്രവർത്തികൾ, ദാനധർമ്മങ്ങൾ, ഇതൊന്നും അള്ളാഹു പരിഗണിക്കുകയില്ല. ഏതുവരെ? അള്ളാഹു എന്ന് പറയുന്ന ഈ മതം,
തൗഹീദ് അംഗീകരിക്കുന്നത് വരെ മനുഷ്യരുടെ നന്മകളെ പരിഗണിക്കാത്ത ഒരു ദൈവസങ്കല്പമാണ്. അപ്പം ധർമ്മം, അധർമ്മം അല്ലെങ്കിൽ അധാർമികത എന്നത് അള്ളാഹുവിൻ്റെ ഉദ്ദേശമാണ്. അള്ളാഹു അതിന് ഓരോരോ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ഇസ്ലാം ധാർമ്മികമാണ് എന്ന് അള്ളാഹുവിന് പോലും അവകാശവാദമില്ല. ഇത് ഭയഭക്തിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇസ്ലാം. അള്ളാഹു ആകെ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ധർമ്മനിഷ്ഠയുള്ളവരായിരിക്കണം എന്നൊക്കെ പറയുമ്പോഴും അതിൻ്റെ വിശദീകരണങ്ങൾ വേറെയാണ്. പക്ഷെ അള്ളാഹുവിന് അതിനേക്കാൾ പ്രധാനം തഖ്വയുള്ളവരായിരിക്കുക എന്നതും ഷിർക്ക് ചെയ്യാത്തവരായിരിക്കുക എന്നുള്ളതുമാണ്. അതുകൊണ്ട് അള്ളാഹു ആണ് തിന്മ സൃഷ്ടിച്ചത്, അള്ളാഹു ആണ് പിശാചിനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, അള്ളാഹു ആണ് എല്ലാ തിന്മകളുടെയും കേന്ദ്രം, അള്ളാഹു ആണ് എല്ലാ പിശാചുക്കളുടെയും പിതാവ് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു യത്തീം ഖാനയുടെ കഥയോടെ പറഞ്ഞിട്ട് നിർത്താം. ഇവർ ചോദിക്കുന്ന വലിയൊരു നന്മയാണ് മാതാവിൻ്റെ കാലിനടിയിലാണ് സ്വർഗം എന്നും ഇസ്ലാം മത വിശ്വാസികളുടെ രക്ഷിതാക്കളാണ് വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കുറവ് എന്നും ഇവരെപ്പോഴും പറയാറുണ്ട്. അതിൻ്റെ കാരണം ഇസ്ലാം തന്നെയാണ്. ശരിക്കും മാതാപിതാക്കൾ അല്ലെങ്കിൽ വൃദ്ധസദനം എന്ന ഇവരുടെ കൺസെപ്റ്റ് ഏത് രീതിയിലാണ് ഇവരിതിനെ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ പ്രായമായ ആളുകൾ, മാതാപിതാക്കൾ, അവരെ സംരക്ഷിക്കുക എന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ചു കൊടുത്ത ഒരു നന്മയല്ല. യത്തീം കുട്ടികളെ സംരക്ഷിക്കുക എന്നത് മുഹമ്മദ് നബി പഠിപ്പിച്ചു കൊടുത്തൊരു നന്മയല്ല. യത്തീമുകളെ സംരക്ഷിക്കുക എന്ന നന്മയുള്ളത് കൊണ്ട് മാത്രം ഒരു യുവാവായി വളർന്ന മനുഷ്യനാണ്. അതായത് ആ കാലഘട്ടത്തിൽ മുശ്രിക്കുകളായിട്ട് ഇവർ പറയുന്ന ജാഹിലിയ കാലത്ത് അനാഥ കുട്ടികളെ സംരക്ഷിക്കുക എന്ന ഒരു സംവിധാനം, അങ്ങനെ ഒരു ധാർമ്മികത അവർ പുലർത്തിയത് കൊണ്ട് മാത്രം സുഖമായി ജീവിച്ച് വളർന്നു വന്ന ഒരാളാണ് മുഹമ്മദ്. ഇനി നമ്മൾ ഇന്നത്തെ കാലത്ത് റിട്ടയർമെൻറ്റ് ഹോമുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള കാലമാണ്. ഒരു പ്രായം ആവുന്നത് വരെ ജോലി ചെയ്ത് ജീവിച്ച് മക്കളെ വളർത്തി വലുതാക്കിയ രക്ഷിതാക്കളിൽ ഭൂരിപക്ഷം പേരും മക്കളുടെ നല്ല ജോലിയോ അല്ലെങ്കിൽ അവരുടെ ജീവിതമാർഗമോ തടസ്സപ്പെടുത്തി എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ തന്നെ നോക്കിയിരിക്കണം എന്ന് ആഗ്രഹിക്കാത്ത രക്ഷിതാക്കളാണ് ഇന്നത്തെ കാലത്തെ രക്ഷിതാക്കളിലേറിയ പോലും. അതിന് സുരക്ഷിതമായ സന്തോഷകരമായ വാർദ്ധക്യ ജീവിതം, റിട്ടയർമെൻറ്റ് ലൈഫാണ് ഓരോ മനുഷ്യരും ഇന്ന് പ്ലാൻ ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ പക്ഷേ അത്തരം ഒരു സാധ്യത ഇല്ലാത്തൊരു വിഭാഗമാണ് അനാഥരായിട്ട് വളരുന്ന കുട്ടികൾ. അപ്പം നമ്മൾ നല്ല ജോലി ചെയ്തു, സമ്പാദിച്ചു, നമുക്ക് ജീവിതമാർഗമുണ്ട്, വരുമാനമുണ്ട് എങ്കിൽ നമ്മുടെ മക്കളുടെ സ്നേഹം, അടുത്ത് സാമീപ്യമില്ലെങ്കിലും സ്നേഹവും സമാധാനവും ഉണ്ടെങ്കിൽ സുരക്ഷിതമായിട്ട് വാർദ്ധക്യ ജീവിതം നയിക്കാൻ പറ്റുന്ന നിരവധി സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രാകൃത രൂപമായിട്ട് വേണമെങ്കിൽ നമുക്ക് വൃദ്ധസദനം എന്ന പേരിനെടുക്കാം. കാരണം വൃദ്ധസദനങ്ങൾ എന്ന രീതിയിലല്ല, റിട്ടയർമെൻറ്റ് ലൈഫ്, റിട്ടയർമെൻറ്റ് ഹോമുകൾ ഇന്ന് എല്ലാ സൗകര്യങ്ങളോടും കൂടി അടിപൊളിയായിട്ട് മക്കളുടെ പൂർണ്ണമായ സാന്നിധ്യമില്ലാതെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ പറ്റുന്ന സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ഇസ്ലാമിൽ യത്തീമുകളെ സംരക്ഷിക്കാൻ വേണ്ടി പഠിപ്പിച്ച ഇസ്ലാമിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇത്രയും കൂടുതൽ യത്തീംഖാനകൾ ഇവർ നടത്തുന്നത് അത് ഇസ്ലാം പഠിപ്പിച്ച ധാർമ്മികത കൊണ്ടാണോ അതോ മുഹമ്മദിന് തോന്നിയ ഒരു അധാർമിക ചിന്തയുടെ ഭവിഷ്യത്തുകൊണ്ടാണ്? അതിൻ്റെ ബാക്കി പത്രമാണ്. വളർത്തുമകനായിട്ട് പ്രഖ്യാപിച്ച് എടുത്തു വളർത്തിയ ദത്തുപുത്രൻ്റെ ഭാര്യയായിരുന്ന സ്ത്രീയെ കല്യാണം കഴിക്കണം എന്ന മുഹമ്മദിൻ്റെ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദത്ത് നിരോധിച്ചതിൻ്റെ പേരിൽ അനാഥ ബാല്യങ്ങളെ സ്വന്തം മക്കളെ പോലെ പരിഗണിക്കുന്ന ആ ഒരു ഇവരുടെ ഭാഷയിൽ പറഞ്ഞ ജാഹിലിയ സംസ്കാരം തച്ചുടച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന യത്തീംഖാനകൾ. വാർദ്ധക്യകാലത്ത് മനുഷ്യന് കിട്ടേണ്ടത് സുരക്ഷിതത്വ ബോധവും അല്ലെങ്കിൽ അവരുടെ ചികിത്സയും സുഗമമായിട്ടുള്ള ജീവിതത്തിനുള്ള സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം ബാല്യമാണ്. വാപ്പാനെയും ഉമ്മാനെയും നോക്കാൻ നമുക്ക് ആയമാരെ വെച്ച് നോക്കാം. പക്ഷെ മക്കളെ വളർത്തുമ്പോൾ ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും വാത്സല്യവും പരിചരണവും നർച്ചറിങ്ങും ഒക്കെ ഏറ്റവും ആവശ്യമുള്ള ഒരു കാലഘട്ടം ബാല്യകൗമാരമാണ്. ആ ബാല്യകൗമാരങ്ങളെ അനാഥരാക്കപ്പെടുന്ന മനുഷ്യർക്ക് അത്തരമൊരു രക്ഷകർത്തൃത്വം നിഷേധിക്കുകയും അവരെ യത്തീംഖാനകളുടെ ഇരുട്ടറകളിൽ അടക്കുകയുമാണ് മുഹമ്മദിൻ്റെ
ഈ സൈനബ് കല്യാണത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. യതീംഖാനകൾ മഹത്തരവും വൃദ്ധസദനങ്ങൾ മോശവുമാണ് എന്ന സങ്കല്പം തന്നെ ഇസ്ലാമിൻ്റെ ധാർമ്മികതയെക്കുറിച്ചും ഒക്കെയുള്ള വികലമായൊരു സങ്കല്പത്തിൻ്റെ പ്രതീകമാണ് എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇൻട്രാക്ഷൻ എന്ന രീതിയിൽ പോകാം. ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൈപൊക്കിയാൽ മതി, മൈക്കെടുത്താൽ മതി, ചോദ്യം നമുക്ക് അതനുസരിച്ച് കൊടുക്കാം. ആയിക്കോട്ടെ. എൻ്റെ പേര് ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത് 1600 വർഷം മുന്നേ യുക്തിവാദികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ അന്നത്തെ അവസ്ഥ ഉണ്ടായിരുന്നു, അതൊക്കെ എഴുതിച്ചിരുന്നു. അതൊരു ചോദിക്കാനുണ്ട്. യുക്തിപരമായി ചിന്തിച്ചിരുന്ന ആളുകൾ മുഹമ്മദ് നബിയൊക്കെ ജീവിക്കുന്നതിനും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. എപ്പിക്യൂറസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ചിന്തകരുണ്ടായിരുന്നു. ദൈവത്തെയൊക്കെ നിഷേധിച്ച ആളുകളുണ്ടായിരുന്നു. മുഹമ്മദിനെ തന്നെ ചോദ്യം ചെയ്ത ആളുകൾ അന്ന് മക്കയിൽ ധാരാളം ഉണ്ടായിരുന്നു. ഒരു ഹദീസിൽ പറയുന്നത് അതാരുണ്ടാക്കി, ഇതാരുണ്ടാക്കി, മറ്റേതാരുണ്ടാക്കി എന്നൊക്കെ ചോദിച്ചിട്ട് ഒടുക്കം അള്ളാൻ ആരുണ്ടാക്കി എന്നാരെങ്കിലും ചോദിച്ചാൽ ഓൻ ചെയ്ത്താനാണ്, അവിടെ വെച്ചിട്ട് ഓനായിട്ടുള്ള വർത്താനം നിർത്തി പോയിക്കോളി എന്ന് പറയുന്ന ഹദീസുണ്ട്. അപ്പോൾ അള്ളാൻ ആരെ ഉണ്ടാക്കിയെന്ന് മുഹമ്മദിനോട് നേരിട്ട് ചോദിച്ച വിദ്വാൻമാരും മക്കയിലുണ്ടായിരുന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അങ്ങനെ ചോദിച്ചാൽ പിന്നെ നിങ്ങൾ തടിയെടുത്തോളി എന്നാണ് നബി പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതിന് ഉത്തരം പറഞ്ഞു കൊടുക്കുക. ഇന്നിപ്പോൾ കണ്ടിൻജൻസി മറ്റേത് കുറച്ച് എന്നൊക്കെ പറയാം, എന്തെങ്കിലുമൊക്കെ കിടന്ന് ഉരുള്ളൂ. പക്ഷെ അങ്ങനെ ഉരുളാനുള്ള വിവരം പോലും മുഹമ്മദ് നബിക്ക് അള്ള പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ആ കാലത്തുണ്ട് ഈ യുക്തിവാദം, എല്ലാ കാലത്തുണ്ട്. ഇന്ത്യയിൽ ചാർവാകൻ്റെ ഒക്കെ ചരിത്രം നമുക്കറിയാം. ചാർവാകനെ കുറിച്ച് കുരിപ്പുഴ ഒരു മനോഹരമായ കവിത എഴുതിയിട്ടുണ്ട്. ആ കവിതയിൽ ചാർവാകൻ്റെ എല്ലാ വിശദാംശങ്ങളും ഉണ്ട്. മനുഷ്യർ എല്ലാ കാലത്തും ഇതിനൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻലൈറ്റൻമെൻറ്റിന് ശേഷം, ശാസ്ത്രം വളർന്നതിന് ശേഷം, മനുഷ്യനിൽ ശാസ്ത്രബോധവും ശാസ്ത്രചിന്തയും വളർന്നതിന് ശേഷമാണ് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെ കൃത്യമായിട്ട് മനുഷ്യർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്, മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതോടുകൂടി മനുഷ്യൻ്റെ യുക്തിചിന്തയിൽ പുതിയ മാറ്റങ്ങളുണ്ടായി. കാരണം അതിനു മുമ്പ് മനുഷ്യർക്ക് പല ചോദ്യങ്ങൾക്കും ഉത്തരം അറിയില്ലായിരുന്നു. ഉത്തരം അറിയാത്ത കാലത്താണ് ഇതുപോലുള്ള കോത്താമ്പി കഥകളൊക്കെ ഉത്തരങ്ങളായിട്ട് വന്നത്. അന്ന് അത് കഥകളെ ചോദ്യം ചെയ്തെങ്കിലും കൃത്യമായ ഉത്തരമെന്ത് എന്ന് പറയാൻ അന്നത്തെ യുക്തിവാദികൾക്കും കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ശാസ്ത്രീയമായ അന്വേഷണ രീതി ഡെവലപ്പ് ചെയ്തതിന് ശേഷം പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളെയും നിരീക്ഷിച്ച് അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിയപ്പോഴാണ് അവിടുന്നൊക്കെ ദൈവങ്ങൾ ഇങ്ങനെ ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയത്. ഇപ്പോൾ ഏറ്റവും അവസാനം ഇപ്പോൾ ദൈവത്തിന് ഇരിക്കാനുള്ള ഇടം ബിഗ് ബാങ്ങിൻ്റെ അപ്പുറത്താണ്. ബിഗ് ബാങ്ങിന് ശേഷം എവിടെയും ദൈവത്തിന് കുത്തിരിക്കാൻ ഇടമില്ല ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ബിഗ് ബാങ്ങിൻ്റെ മുമ്പ് അവിടെ ദൈവമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കിടന്ന് ഉരുളുന്നത്. ഇനിയിപ്പോൾ ബിഗ് ബാങ്ങിൻ്റെ കാരണം നാളെ സയൻസ് കൃത്യമായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ദൈവത്തിന് അവിടുന്ന് പുറകോട്ട് പോകേണ്ടി വരും. ദൈവത്തിന് ഇരിക്കാൻ സ്ഥലം വേണ്ടാത്തത് കൊണ്ടും ദൈവം കാലത്തിന് അതീതമായതുകൊണ്ടും ദൈവം രക്ഷപ്പെട്ടു പോകുന്നതാണ്. കാരണം അങ്ങനത്തെ ഒരാൾ ഉണ്ടായിരിക്കുന്നതും ഇല്ലാതിരിക്കുന്നതും തുല്യമാണ്. ദൈവം എന്ന് പറയുന്നത് സീറോ ആണെന്ന് അവിടെ തന്നെ തെളിയിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവം രക്ഷപ്പെട്ടു പോകുന്നത്. മുമ്പ് കാലത്തും ചിന്തകരുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ചരിത്രം. നമ്മുടെ സമയത്തിന്റെ ഒരു ഭൂരിഭാഗം സമയം 5 നേരം പറയുന്നില്ല. 5 നേരം ഒരു നിസ്കാരം എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് സമയം ചോദിച്ചേ പോകും. അപ്പോൾ ഈ പോകും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ 9 മണിക്കൂർ ഒന്നും ചെയ്യരുത്. പിന്നെ 5 മണിക്കൂർ പ്രിപ്പറേഷൻ വേണം. ഒരു പള്ളിക്ക് പോകണം, കോളേജ് ചെയ്യുക. അപ്പോൾ ഒരു 5 നേരം കറക്റ്റ് നിസ്കരിക്കുന്ന ഒരാൾ ആ ഒരു 24 മണിക്കൂറിലെ ഭൂരിഭാഗം സമയം പോയി. അപ്പോൾ എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ട നിസ്കാരം നമ്മൾ 24 മണിക്കൂറിൽ 5 നേരം നിസ്കരിക്കണമെന്നുണ്ടെങ്കിൽ അത്ര ഒരുപാട് സമയം ഇസ്ലാമിലുള്ള ഓരോ ആരാധനകളും, ഇപ്പം സക്കാത്ത്, ഹജ്ജ്, നിസ്കാരം, നോമ്പ്, ഇതിനൊക്കെ ആ കാലഘട്ടത്തിൽ മുഹമ്മദിൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ടായിരുന്നു. മനുഷ്യരെ ഈ ഒരു മതത്തിനകത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു തമാശ പറയുമ്പോൾ ഒരു വിശ്വാസമാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആചാരം വേണ്ടേ? ഇപ്പോൾ നമ്മൾ ഈ ജ്യോത്സ്യന്മാരെ വിളിച്ചാൽ, അതല്ലെങ്കിൽ കുറ്റി അടിക്കാൻ വന്നാൽ അറ്റ്ലീസ്റ്റ് ഈ കിണറിന് കുറ്റി അടിക്കാൻ വരുമ്പോൾ ഒരു തേങ്ങെങ്കിലും ഉരുട്ടണ്ടേ? 500 രൂപ മേടിക്കുന്നതല്ലേ എന്ന ഒരു യുക്തി മാത്രമാണ് ഇസ്ലാമിൻ്റെ യുക്തി, മീൻസ് നിസ്കാരത്തിൻ്റെ യുക്തി.
അതിനും അപ്പുറത്തേക്ക് മുഹമ്മദ് പറയുന്ന മതത്തിൽ ആളുകൾ സൂക്ഷ്മമായിട്ട് നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്, അവർ ആ ഒരു കൂട്ടം തെറ്റി പോകുന്നില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഇങ്ങനെ കുരുക്കിട്ടതും ആവാം. ഇനി നിസ്കാരത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സമയത്തെക്കുറിച്ച് ഞാൻ അത്ര ഇതല്ല. കാരണം 5 നേരത്തെ നിസ്കാരത്തിനും കൂടിയും ചേർത്ത് പരമാവധി ഇപ്പോൾ ഒന്നുണ്ടാക്കൽ എല്ലാം കൂടെ ചേർത്താലും ഒരു 50 മിനിറ്റ്, അല്ലെങ്കിൽ ഒരു ദിവസത്തിലെ ഒരു 3/4 മണിക്കൂർ, അരമണിക്കൂർ നമ്മളെ സംബന്ധിച്ച് വാലിഡാണ്. പക്ഷേ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് 5 നേരം നിസ്കരിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന സമയം എന്ന് പറയുന്നത് അത്ര വലിയ സംഭവമായിട്ട് ഞാൻ അതിൽ ഒരു വലിയ പ്രശ്നമായിട്ട് നിസ്കാരത്തിലെ സമയം അല്ല കാണുന്നത്. അതിനേക്കാളും വലിയ സമയവും അധ്വാനവും സമ്പത്തും അള്ളാഹുവിന് വേണ്ടി ധനവും ജീവനും ത്യജിക്കാൻ അള്ളാഹു പ്രേരിപ്പിക്കുകയാണ്. അതിന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ജീവിതത്തിൽ 24 മണിക്കൂറിലെ 40 മിനിറ്റ് അല്ലെങ്കിൽ 35 മിനിറ്റ് എന്ന് പറഞ്ഞത് അത് ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. എന്നെ സംബന്ധിച്ച് അതിലേക്ക് ഇവരെ നയിക്കുന്ന മൈൻഡ് സെറ്റ്, ഈ നിസ്കാരത്തിലൂടെ ഇവരെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്. ആ മൈൻഡ് സെറ്റും അതിലൂടെ ഓരോ നിസ്കാരത്തിൻ്റെ സമയത്തും ഇവർക്കുണ്ടാവേണ്ടുന്ന ഒരു ഭയഭക്തി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. തഖ്വ എന്ന് പറയും, ഭയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ഭക്തി. ഈ ഭയം അത് നേരിട്ട് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും അല്ലെങ്കിൽ മരണത്തിലേക്കൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ മരണഭയം. അതാണ് ഈ തഖ്വ. അപ്പോൾ ആ തഖ്വ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന മാനസികമായിട്ടുള്ള കുറേ പ്രതിസന്ധികളുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഈ നിസ്കാരത്തിന് ചെലവഴിക്കുന്ന സമയത്തേക്കാളും മനുഷ്യരെ ബാധിക്കുന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മാഷ്, നിസ്കാരത്തിനുള്ള സമയം മാത്രമല്ല, അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ചിന്തിക്കുകയാണെങ്കിൽ ഒരു മതവിശ്വാസിയുടെ ജീവിതം മൊത്തം വേസ്റ്റാണ്. അത് എപ്പോഴാണ് മനസ്സിലാവുകയെന്ന് വെച്ചാൽ, നമുക്ക് ഏതെങ്കിലും ഒരു പ്രായത്തിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് വിശ്വാസിയായിരുന്നപ്പോൾ നമ്മൾ എത്രമാത്രം വേസ്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാവുക. സമയവും സമ്പത്തും മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാവിധ ആഹ്ലാദങ്ങളും ആനന്ദങ്ങളും ഒക്കെ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കുരുന്നു പ്രായത്തിൽ സന്തോഷത്തോടെ ഓടിച്ചാടി കളിച്ച് നടക്കേണ്ട കുഞ്ഞുങ്ങളെ ഇൻടോക്സിക്കേഷൻ, ഈ കുത്തിവെപ്പിലൂടെ ഭീകരമായ ഭയം കുത്തിവെച്ചുകൊണ്ട് മനോരോഗികളാക്കുക എന്ന അങ്ങേയറ്റം നികൃഷ്ടമായ ഒരു പ്രവൃത്തി കൂടി മതങ്ങൾ ചെയ്യുന്നുണ്ട്. വേസ്റ്റിനെ കുറിച്ച് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. നമ്മുടെ നാട്ടിലെ ഈ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉണ്ടായി തുടങ്ങിയ ഒരു കാലമുണ്ട്. ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും ഓലപ്പുരകളും പുല്ലുമേഞ്ഞ പുരകളും ചെറ്റക്കുടിലുകളാണ് എന്നുള്ളത്. ഇന്നത്തെ പോലെ നല്ല വീടുകളില്ല. എൻ്റെയൊക്കെ കുട്ടിക്കാലത്തെ കഥയാണ് ഞാൻ പറയുന്നത്. പക്ഷെ കോൺക്രീറ്റിൻ്റെ സൗധങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു തുടങ്ങിയത് പള്ളികളുടെ രൂപത്തിലാണ്. ഈ കേരളത്തിൽ പള്ളികൾക്ക് ആകാശം മുട്ടുന്ന മിനാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചെലവഴിച്ച കോൺക്രീറ്റിൻ്റെ പണം ഉണ്ടായിരുന്നെങ്കിൽ, അതിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവർക്ക് വീടുണ്ടാക്കി കൊടുക്കാൻ കഴിയുമായിരുന്നു. ഇന്നും എത്ര പള്ളികളാണ് അനാവശ്യമായിട്ട് ഇവിടെ കോൺക്രീറ്റ് കെട്ടിടങ്ങളായിട്ട് പടുത്തുയർത്തിയിട്ടുള്ളത്. അതുപോലെ കുറേ പേർക്ക് തൊഴിലുണ്ട് എന്ന ഒരൊറ്റ ലാഭം മാത്രമാണ് ഈ പള്ളി, മദ്രസ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ആ തൊഴിലും വേസ്റ്റാണ്, ഇതിനു വേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത് വേസ്റ്റാണ്, ഇതിനു വേണ്ടി മനുഷ്യർ ചെലവഴിക്കുന്ന സമയവും വേസ്റ്റാണ്, ജീവിതത്തിൻ്റെ എല്ലാം വേസ്റ്റാക്കുന്നു എന്നതാണ് ഈ മതം ചെയ്യുന്ന ദ്രോഹം. അതിന് മതം പറയുന്ന ന്യായം, ഇവിടെ ജീവിക്കാൻ വേണ്ടിയല്ല നിങ്ങളവിടെ ജനിപ്പിച്ചിട്ടുള്ളത്, ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ച് നിങ്ങൾ കുറേ ത്യാഗം ചെയ്ത്, നിങ്ങൾ കുറേ ആത്മത്യാഗമൊക്കെ ചെയ്തിട്ട് സഹിച്ച് അങ്ങ് ജീവിതം തള്ളി നീക്കിയാൽ നിങ്ങൾക്ക് പരലോകത്ത് ബാർ അറ്റാച്ച്ഡ് വേശ്യാലയം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. ഈ ഒരു വൃത്തികെട്ട കഥയിലൂടെ ലക്ഷക്കണക്കിന് മനുഷ്യരെ അവരുടെ ജീവിതം, അവരുടെ എല്ലാം വേസ്റ്റാക്കുകയാണ്. അവിടെ നിസ്കാരമൊക്കെ വളരെ നിസ്സാരമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു കാര്യം കൂടി, ഇതൊക്കെ പറയുമ്പോൾ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനം ഒരു വിശ്വാസിക്ക് ആത്യന്തികമായിട്ട് ജീവിതത്തിൽ ഒരിക്കൽ പോലും കിട്ടാതിരിക്കുന്നത് സമാധാനമാണ്. ചിന്താപരമായി ഒരു വിശ്വാസി സദാ അസമാധാനത്തിലാണ്, ആശങ്കയിലാണ്. ഞാൻ ചെറിയ പ്രായത്തിൽ വിശ്വാസിയായിരുന്ന സമയത്ത് നിസ്കാരമൊക്കെ പഠിച്ച് നിസ്കാരമൊക്കെ തുടങ്ങിയ ഒരു 9-10 വയസ്സിലൊക്കെ കേൾക്കുന്ന ഒരു വയലിൽ ഒരു ഉസ്താദ്, നമ്മളൊക്കെ നിസ്കാരം പഠിച്ചു തുടങ്ങി 7 വയസ്സ് നിസ്കാരം പ്രാക്ടീസ് ചെയ്ത് 10 വയസ്സിനോട്ട് അടുക്കുകയാണ്. അടുത്ത കൊല്ലം മുതൽ
നിസ്കരിച്ചില്ലെങ്കിൽ അടി കിട്ടുന്ന പ്രായമാണ്. അപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ തഖ്വയുണ്ടാവാൻ വേണ്ടി നിസ്കാരത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ആത്മാർത്ഥത ഉള്ള ഒരു പ്രശ്നമാണ് കേട്ടോ, അല്ലാത്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അപ്പം നിസ്കാരത്തെക്കുറിച്ചൊരു മൗലവി വയൽ പറഞ്ഞ് കേട്ടിട്ട് ഞാൻ ഒരുപാട് കാലം ആലോചിച്ച് നടന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ നിസ്കാരത്തിലെ ഒരു റക്അത്ത് പറഞ്ഞാൽ ഒരു വഖത്ത് എന്ന് പറഞ്ഞാൽ ഒരു സമയം, 5 നേരം എന്നുള്ള 5 വഖത്ത്. അതിലൊരു റക്അത്ത് എന്ന് പറഞ്ഞാൽ തക്ബീർ തുടങ്ങി കുമ്പിട്ട് സുജൂദ് കഴിഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നത് വരെയുള്ളതാണ് ഒരു റക്അത്ത് എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു റക്അത്തിന് എത്രയോ 1000 മസ്അല ഉണ്ട് നമ്മൾ. അതായത് ആ നിസ്കാരം പൂർണ്ണമായ അർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു പരിഗണിക്കുന്ന, നമ്മൾ ഈ ഉത്തരക്കടലാസ് പരീക്ഷ പേപ്പർ മാർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ഇതുണ്ടാവില്ലേ, നിബന്ധന, മസ്അല 9000 മസ്അല എൻ്റെ ഓർമ്മയിൽ കേട്ടോ. ഇത്രയും മസ്അലകൾ പൂർത്തീകരിക്കുമ്പോഴാണ് ഒരു വഖത്ത് നിസ്കാരം സമ്പൂർണ്ണമാകുന്നത് എന്നാണ്. അപ്പം ഇതിൽ എത്ര നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നിസ്കാരം കഴിയുമ്പോൾ തന്നെ അസ്തഗ്ഫിറുല്ലാഹി കളമന. എന്ത് സൽപ്രവൃത്തി ചെയ്തിട്ടും തിരിഞ്ഞ് ഇരിക്കുമ്പോൾ അവരാദ്യം ചെയ്യുന്നത് അസ്തഗ്ഫിറുല്ലാഹി അലീം, അസ്തഗ്ഫിറുല്ലാഹി അലീം. ചെയ്ത നന്മയിൽ വല്ല കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹ് പുറത്തു തരണേന്നാണ് ഈ പറയുന്നതിന് അർത്ഥം. എന്ന് പറഞ്ഞാൽ നന്മയിലായി ജീവിക്കുമ്പോൾ പോലും അത് അള്ളാഹു സ്വീകരിക്കും എന്ന് ഒരുറപ്പില്ലാത്തവൻ്റെ ഒരു അവസ്ഥയുണ്ട്. ആ അവസ്ഥയിലാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവൻ, അതായത് ചിന്താപരമായിട്ട് സമാധാനം എന്നൊരു സാധനം ഒരു കാലത്തും ഒരു യഥാർത്ഥ വിശ്വാസി അനുഭവിക്കുന്നേയില്ല. കപടവിശ്വാസികൾക്ക് നല്ല സമാധാനമായിരിക്കും. ഒരു 40 ലക്ഷത്തിൻ്റെ 50 ലക്ഷത്തിന് 5 കോടി 10 കോടിൻ്റെ പള്ളി പണിത് വലിയ കച്ചവടം നടത്തിയവർ സുഖമായിട്ട് ജീവിക്കും. ഒരു കാരണം ഇത് രണ്ടും അറിയാം. ഒരു 5 സെൻറ്റ് 2 മില്ലിമീറ്റർ മുടി വളർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിക്കാൻ അവർക്കൊരു ലജ്ജയില്ലാത്തതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇതിലൊക്കെ നല്ല സമാധാനമുണ്ട്. കാരണം ഇതൊക്കെ പുകയാണെന്ന് അവർക്ക് അറിയാവുന്നത് കൊണ്ടാണ്. പക്ഷേ യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ച് ആശങ്കയാണ്. മതം വിട്ടവരോട് ഞാൻ പല ആൾക്കാരോട് ചോദിക്കും, മതം ഉപേക്ഷിച്ചപ്പോൾ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ എന്താണ് കിട്ടിയത്? എല്ലാവരും പറഞ്ഞ ഒറ്റ സാധനം, നല്ല മനസ്സമാധാനമുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിലാകെ ഇല്ലാതിരിക്കുന്നത് മനസ്സമാധാനമായിരിക്കും. ഇസ്ലാമിൻ്റെ പേരിൽ മാത്രമേ സമാധാനമുള്ളൂ. വിശ്വാസികൾ ആരെങ്കിലും ചോദിച്ചാൽ നന്നായിരുന്നു. ഇനി വിശ്വാസികൾ ആരും ഇല്ലെങ്കിൽ നമ്മളെ രാഹുൽ ഈശ്വർ ചർച്ചയ്ക്ക് വരുന്ന മാതിരി നിങ്ങൾ തൽക്കാലം വിശ്വാസി പക്ഷത്തേക്ക് മാറിയിട്ടെങ്കിലും വല്ലതൊക്കെ ചോദിച്ചാൽ സജീവമാക്കാം. ഞാൻ ഏകദേശം 13 വയസ്സായതുകൊണ്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിനെ ഇവിടുത്തെ കൂടി വന്നു, അത് കുറവാണ്. എൻ്റെ സംശയമാണ് സംസാരിക്കുമ്പോൾ അവസാന ഭാഗത്തെ നല്ല ആളുകളെ ദൈവവിശ്വാസമാണ്, ദൈവവിശ്വാസമാണ്. നല്ല ആളുകളെ ദൈവത്തെ കൊണ്ടുപോയിട്ട് അവിശ്വാസികളെ നിഷ്പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ നിലനിർത്തുന്നു എന്ന് ഒരു ധാരണയാണ് ഒരു ആയത്തും ഹദീസും ഉണ്ട് അതിൻ്റെ സ്ഥലത്തിന് വ്യക്തമായി. അപ്പൊ എനിക്കറിയാം ആ ആയത്ത് ഏതാണെന്ന്, അത് എത്ര സുഖത്തിലാണ് വ്യക്തമാണെന്ന് നമ്മളില്ല ആയത്താണെന്ന് എനിക്കറിയാം. ആ പറഞ്ഞത് ഇപ്പോൾ മുസ്ലിം 1920 മാഷ് പറയും. ഞാൻ പറഞ്ഞത് ആ കാര്യത്തിൽ ഈ നമ്മുടെ നാട്ടിലുള്ള ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും, നല്ലവരെ ദൈവം നേരത്തെ വിളിക്കും എന്ന് പറയുന്ന പഴഞ്ചൊല്ലുമായിട്ട് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. മാഷ് ഇവിടെ പറഞ്ഞത് ഒരു ഹദീസാണ്. ആ ഹദീസ് സഹീഹ് മുസ്ലിമിലോ ബുഖാരിയിലോ ഉള്ളതായിട്ടാണ് എൻ്റെ ഓർമ്മ. മുസ്ലിം മാഷ് പറയും അതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ചാൽ, നന്മ മാത്രം ചെയ്യുന്നൊരു ജനത ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ജനതയെ നശിപ്പിച്ച് അവിടെ തിന്മ ചെയ്യുന്ന ഒരു ജനതയെ അള്ളാഹു പകരം സ്ഥാപിക്കും എന്ന് ഹദീസിലുണ്ട്. ആ ഹദീസിനെ കുറിച്ച് മാഷ് പറഞ്ഞു. ഹദീസ് സഹീഹ് മുസ്ലിമിലെ 1922 പാപം പൊറുക്കൽ എന്നുള്ള ഒരു ബാബില് ഒരു തലക്കെട്ടിൽ വരുന്ന ഹദീസുകളിലാണ് അത് വരുന്നത്. 1922 നമ്പർ മുസ്ലിമിലുള്ള ഹദീസാണത്, ഇപ്പോൾ ഈ പറഞ്ഞ ഹദീസ്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞ ആയത്ത് ഇബ്ലീസും കൂട്ടരും നെഞ്ചത്തടിച്ച് നിലവിളിച്ചു എന്ന് പറയുന്ന ആയത്താണോ? ആ ഒരു ആയത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള, ബാക്കിയെല്ലാം ഹദീസാണ് പറഞ്ഞത്. ആ ആയത്താണെങ്കിൽ അത്
ആലു ഇമ്രാൻ 3-ാം അധ്യായത്തിലെ 135, 136 ആയത്തുകളാണ്. അതിറങ്ങിയപ്പോഴാണ് ഇബ്ലീസ് നിലവിളിച്ചത്. കാരണം എല്ലാത്തിന്മേൽ അള്ള പുറത്തു വരും, പൊറുക്കാൻ അള്ള അല്ലാതെ വേറെ ആരാ ഉള്ളത് നിങ്ങൾക്ക് എന്ന് ചോദിച്ചപ്പോഴാണ് ഇബ്ലീസ് കരച്ചിൽ വന്നത്. പണി കല്ലെത്താവുകയാണ്. ഏകദൈവം പറയുന്നു എന്ന് പറയുന്ന ഒരു വിദ്യാലയത്തിൽ ആ വിദ്യാലയത്തിൻ്റെ പേര് ഹ്യൂമാനിസ്റ്റാണ്. 6 വർഷം. അപ്പം നിങ്ങളൊക്കെ ഏകദൈവം സ്പോൺസർ ചെയ്തത് സ്വർണ്ണക്കാരും സ്ത്രീകളും സ്ത്രീകളും പാലെടുക്കുന്ന നദിയിൽ തന്നെയായിരുന്നു. പിന്നെ പൊതുവായ ചിലത്തിലേക്ക് വന്നപ്പോഴാണ് ഇപ്പോഴത്തെ ഏകദൈവത്തിൻ്റെ തലയിൽ കിട്ടുന്നത് പച്ച ഉണയുള്ള നമസ്കാരം. പിന്നീടാണ് ഖുർആൻ വായിക്കുന്നത് തുടങ്ങി. അതിലും ഏകദൈവമാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം ഏത് മതഗ്രന്ഥമാണെങ്കിലും ഏകദൈവം പറയുന്നു എന്ന് പറയുന്ന മതവും മതഗ്രന്ഥങ്ങളും നിരോധിക്കാൻ ഒരു നിയമം കൊണ്ടുവരേണ്ടതല്ല. നമുക്കിഷ്ടമല്ലാത്തതൊക്കെ നിരോധിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ രീതിയിൽ ശരിയായിട്ടുള്ളൊരു രീതിയല്ലല്ലോ. ഇപ്പോൾ ഒരു ദൈവവിശ്വാസം നിരോധിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മളെ നിരോധിക്കാനാ സാധ്യത. ദൈവവിശ്വാസം നിരോധിക്കാൻ പറ്റുമോ? ദൈവവിശ്വാസം നിരോധിക്കാൻ പറ്റാത്തടത്ത് ഏകദൈവവും ബഹുദൈവ വിശ്വാസവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ ഏകദൈവ വിശ്വാസവും ബഹുദൈവ വിശ്വാസവും തമ്മിൽ വ്യത്യാസമുള്ളത് ദൈവവിശ്വാസികൾക്ക് മാത്രമാണല്ലോ. ദൈവവിശ്വാസം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഒരാൾ ഒരു ദൈവത്തെ വിശ്വസിച്ചാലും 10 ദൈവത്തെ വിശ്വസിച്ചാലും സമമാണ്. നിരോധനം എന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രക്രിയയാണല്ലോ. ഇപ്പോൾ ഒരു ഭൗതിക നിയമവുമായി ബന്ധപ്പെട്ട് ഒരു രാജ്യത്ത് ഒരു നാട്ടിൽ ഒരു കാര്യം നിരോധിക്കുക എന്ന് പറയുന്നത് പൊതു സാമൂഹിക രാഷ്ട്രീയ സംവിധാനത്തിന് അല്ലെങ്കിൽ പൊതുജന ആരോഗ്യത്തിന് അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ജീവിത സമാധാനത്തിനൊക്കെ വിഘാതമായി നിൽക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന കാര്യങ്ങൾക്കാണ് രാഷ്ട്രീയമായിട്ടുള്ള നിരോധനം സാധ്യമാവുക. ഇപ്പം മദ്യം നമുക്ക് നിരോധിക്കാൻ പറ്റും. അത് പ്രാക്ടിക്കലാണോ അല്ലെന്നുള്ള വേറെ വിഷയം. മദ്യത്തെക്കുറിച്ച് അതൊരു വസ്തുവാണ്, നമുക്ക് നിരോധിക്കാം. മറ്റതൊരു ചിന്തയാണ്. ആളുകളുടെ ചിന്തകളെ നമുക്ക് നിരോധിക്കാൻ കഴിയില്ല എന്നാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. ചോദിച്ചു. ദൈവവിശ്വാസം നിരോധിച്ച ഒരു രാജ്യം ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവും, അൽബേനിയ. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ആ രാജ്യത്തെ ഭരണാധികാരി അവിടെ എല്ലാ പള്ളികളിലും അടച്ചുപൂട്ടി ദൈവമുണ്ട് എന്ന് പറയുന്നവരൊക്കെ പിടിച്ചകത്തിട്ടിരുന്നു. ഇസ്ലാം മതം നിരോധിച്ച ഒരു രാജ്യമുണ്ട്, തുർക്കി. മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് അത്താതുർക്ക് ഭരണത്തിൽ വന്നിട്ട് ഇസ്ലാം മതം നിരോധിച്ചു. പക്ഷെ ആ 2 രാജ്യവും ഇന്ന് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പം നിരോധനം കൊണ്ടൊന്നും മതം ഇല്ലാതാക്കാൻ പറ്റില്ല. അതിനുള്ള പണി മനുഷ്യൻ്റെ തലച്ചോറിനകത്ത് എടുക്കണം. അതത്ര എളുപ്പമല്ല, വളരെ സങ്കീർണമാണ്. ഇതുപോലുള്ള നിരന്തരമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ, ചിന്താ പ്രവർത്തനങ്ങളിലൂടെയും ഓരോ തലമുറകൾ മാറി വരുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ട് മാറി വരേണ്ട ഒന്നാണ്. പെട്ടെന്ന് നിരോധനത്തിലൂടെ ഒന്നും മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതിൻ്റെ റൂട്ട് അത്രയും മനഃശാസ്ത്രപരമായി ആഴത്തിൽ ഉള്ള ഒരു സാധനമാണ്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഞാൻ എൻ്റെ മുജീബ് റഹ്മാൻ, കോഴിക്കോട്. റഹ്മാൻ കൂടുതൽ പറഞ്ഞിട്ടുള്ളൂ, പേര് മുജീബ്. ചോദ്യം, ഞാൻ മക്കൾക്ക് അതിനകത്ത് 16 വർഷം ജോലി ചെയ്തതാണ്. എൻ്റെ ചോദ്യത്തിനൊക്കെ പറയണം. 15 വയസ്സോട് കഴിഞ്ഞ സമയത്ത് വാപ്പ കിടക്കുന്ന ദർശനം അവിടെ 4 വർഷം 5 വർഷം അവിടെയാണ് അത് കഴിഞ്ഞ് ദർശനം. അപ്പം എനിക്കുണ്ടായ ഒരു 3 ചോദ്യത്തിൽ ഒരു ചോദ്യം ഞാൻ ഉസ്താദിനോട് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം ധാർമ്മികതയും ഈ തിന്മയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. ഇപ്പം എല്ലാവരും പറയുന്നത് ആദ്യം ഞാൻ പറയുന്ന ഇസ്ലാം പ്രത്യേകിച്ച് പറയുന്നത് ആദ്യമായി മണ്ണ് വഹിച്ച് സൃഷ്ടിച്ചത് ആദം നബിയാണ്. അങ്ങനെയാണ് ആദം നബി. അപ്പോൾ ഒരു ഇല വേണമെന്ന് തോന്നുന്നത് ഭാര്യയിൽ കൊണ്ടിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത്. അപ്പോൾ അവർക്കുണ്ടായിരുന്ന 2 മക്കളാണ് ഹാബീൽ കാബീൽ. പേര് ശരിയാ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ അവിടെ നേരെയാണ് നമ്മുടെ പരമ്പര വരുന്നത്. എത്ര ആലോചന എനിക്ക് ബുദ്ധിമുട്ടില്ല. അതെന്തോന്ന് എനിക്കറിയാം. പിന്നെ ആദ്യം കാബീൽ എങ്ങനെ രണ്ടാമോ ആണുങ്ങളാണ്. പെൺകുട്ടികൾ ഉണ്ടോന്ന് പെൺകുട്ടികൾ ഉണ്ടായാൽ പെണ്ണല്ലേ. അപ്പൊ ഈ കാണുന്നതിന് അവിടെ ഫസ്റ്റിൽ തന്നെ പോയി. അതാണ് എന്റെ സംശയം. അത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്.
ഇത് ഭയങ്കര തമാശ, അള്ളാഹിൻ്റെ ഒരു വിവരക്കേട് കൊണ്ട് മുസ്ലിങ്ങൾ എത്തിപ്പെട്ടുന്ന ഒരു അവസ്ഥയുണ്ടത്. അള്ളാഹ്ക്ക് ബോധമില്ലാത്തതുകൊണ്ട് നമ്മളോട് ചോദിച്ചാൽ കാരണം അള്ളാഹു 60 മുഴം നീളത്തിൽ ആദമിനെ ഉണ്ടാക്കി വെച്ചു എന്നാണ് കഥ. അത് മാഷ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, 30 മുഴത്തിൻ്റെ 2 എണ്ണാണെങ്കിൽ ഈ ഫിത്തിനൊന്നും ഉണ്ടാവില്ലായിരുന്നു. 2 ഓരോ വാരിയലിൽ ഊരി അതിന് ഓരോ ഇണ ഉണ്ടാക്കി കൊടുത്ത അള്ളാഹ്ക്ക് കഴിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. ജിബിരിയിൽ എന്തായാലും മണ്ണെടുക്കാൻ പോകുന്നപ്പോൾ വേണമെങ്കിൽ വെറുതെ ഇസ്രാഫീൽ അവിടെ വെറുതെ ഇരിക്കുകയാണ്, ഖിയാമത്ത് നാളിൽ ഊതുന്ന വരെ കാത്തിരിക്കണം. ഇസ്രാഫീലിനെയും കൂട്ടി 2 ചാക്കിൽ കൊണ്ടുപോയെങ്കിൽ ഇപ്പം 60 മുഴം വേണമെങ്കിൽ 260 ഉണ്ടാക്കാം, അല്ല 30 മുഴം മതിയെങ്കിൽ ആ മണ്ണുകൊണ്ട് തന്നെ 2 എണ്ണം ഉണ്ടാക്കി അതിൽ നിന്ന് ഓരോ ഇണകളെ സൃഷ്ടിച്ചു കൊടുത്ത് അവരെ കല്യാണം കഴിപ്പിച്ച് അങ്ങനെ വിട്ടെങ്കിൽ ഇന്ന് വിശ്വാസികൾ എത്തി നിൽക്കുന്ന ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഇദ്ദേഹം ഉസ്താദന്മാരോട് ചോദിച്ചിട്ട് ഉത്തരം പറയാത്തത് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു അറിവുള്ളതുകൊണ്ടാണ്. കാരണം ഇന്ന് ആ ധാർമ്മികത പറയാൻ പറ്റില്ല. പക്ഷെ മതത്തിൽ ഇതിനൊക്കെ ഉത്തരമുണ്ട്. മതത്തിൽ ഇപ്പം നമ്മൾ പറയുന്ന അമ്മ പെങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഉമ്മ പ്രസവിച്ചു എന്നതുകൊണ്ട് നമ്മളുടെ പെങ്ങളാവും എന്നാണ് നമ്മളെ കാഴ്ചപ്പാട്. സഹ ഉദരി. പക്ഷെ അന്ന് എങ്ങനെയാ വെച്ചാൽ ഒറ്റ പ്രസവത്തിൽ, അതായത് ഇരട്ടകളായിട്ട് വരുന്നത് മാത്രമാണ് സഹോദരൻ. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ അതാ ശരിക്കും അറിയില്ലെങ്കിൽ നമ്മൾ അലിയാർ കാസിമിയും തന്നെ കഥ പറഞ്ഞിട്ടുണ്ട്. ആബിയിലും ഒരു പെൺകുട്ടിയും, ഇതാണ് ആദ്യത്തെ പ്രസവത്തിലുള്ള മക്കൾ. പിന്നെ കാബിയിലും ഒരു പെൺകുട്ടി, ഇരട്ടകളാണ് ഇവർ 2 പ്രസവത്തിലും. അപ്പോൾ ആ ഒരു പ്രസവത്തിൽ ജനിക്കുന്ന ഇരട്ടകൾ മാത്രമാണ് പരസ്പര സഹോദരന്മാർ. പിന്നെ ജനിക്കുന്നത് വേറെ. അപ്പം ആബീലിന് കാബീലിൻ്റെ കൂടെ ജനിച്ച പെൺകുട്ടി സഹോദരി അല്ല. ടെക്നിക്ക് മനസ്സിലായില്ലേ? കാബീലിന് ആബീലിൻ്റെ കൂടെ ജനിച്ച ഇരട്ടയും സഹോദരിയല്ല. ഇവർ തമ്മിൽ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു എന്നാണ് കഥ. പക്ഷെ അതിലെ പ്രശ്നം എന്താ വെച്ചാൽ ആബീലിൻ്റെ കൂടെയാണോ കാബീലിൻ്റെ കൂടെയാണോ ജനിച്ച പെൺകുട്ടി കുറച്ച് സുന്ദരിയായിരുന്നു. ഇവർ തമ്മിൽ തർക്കമായി. ഈ സുന്ദരിനെ തന്നെ ഇവർക്ക് രണ്ടാക്കും വേണം. ആബീലിനും കാബീലിനും ഒറ്റ പെങ്ങൾ മതി. ഈ ഫിത്തനയാണ് പിന്നീട് വളർന്നതെന്നും കൊലപാതകത്തിൽ കലാശിച്ചതെന്നും കഥയുണ്ട്. അപ്പോൾ ഈ ന്യായം പറയുന്ന ചില മഹാന്മാർ നമ്മുടെ നാട്ടിലെ കുട്ടിതാഴി കൂട്ടങ്ങളിൽ ഒരാളോട് ഞാൻ ചോദിച്ചു, ഈ ജാതി വിവരക്കേട് അള്ളാഹ് കാണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അപ്പം ഇസ്ലാമിലെ കാഴ്ചപ്പാടനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു അധാർമിക ലൈംഗിക ക്രമത്തിലാണ് മനുഷ്യകുലം തന്നെ അള്ളാഹ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്നിട്ട് അധാർമികത എന്ന് പറയാൻ, അതുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് ലൈംഗിക സദാചാരത്തെക്കുറിച്ചോ ധാർമ്മികതയെക്കുറിച്ചോ പറയാൻ മതപരമായ അവകാശമില്ല, മാതൃകാപരമായ അവകാശമില്ല. കിതാബ് അനുസരിച്ച് അള്ളാഹ്ക്ക് അവകാശമില്ല, മാതൃക അനുസരിച്ച് മുഹമ്മദ് നബിക്ക് തീരെയില്ല. അപ്പം ഇങ്ങനെ ഒരു കഥ അതിൻ്റെ പിന്നിലുണ്ട്. അന്നത്തെ പെങ്ങൾ ആങ്ങളെ സങ്കല്പം അങ്ങനെയായിരുന്നു. പിന്നീട് അതിനെ അള്ളാഹു പരിഷ്കരിച്ചതിലാണ് ഒരു ഉമ്മാക്ക് ജനിച്ച എല്ലാവരും സഹോദരിമാരാവുന്നതെന്നാണ് കഥ. എല്ലാത്തിനും നമ്മളത്തെ സൊല്യൂഷൻ ഉണ്ടല്ലോ. നിങ്ങൾക്ക് എന്താ പറയണ്ടത്? ഈ ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ വരുന്നത് വിശ്വാസികൾ. പക്ഷെ നമുക്കൊക്കെ സ്വീകാര്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിലെ വിവാഹ നിയമം, സ്പെഷ്യൽ മാരേജ് ആക്ട് എന്ന നിയമം നിങ്ങൾ നോക്കൂ. അതിനകത്ത് മതവിശ്വാസികൾ ചെയ്യുന്ന ഇൻസെസ്റ്റ് പോലും നിയമവിരുദ്ധമാണ്. മതവിശ്വാസികൾക്ക് ഹലാലായ ഇൻസെസ്റ്റ് പോലും സ്പെഷ്യൽ മാരേജ് എന്ന നമ്മുടെ നിയമത്തിൽ ഹറാമാണ്. മുറപ്പെണ്ണിനെ കല്യാണം കഴിക്കാൻ വേണ്ടി രജിസ്റ്റർ ഓഫീസിലേക്ക് ചെന്നാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് തരില്ല. കാരണം അതിൻ്റെ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് മുറപ്പെണ്ണ് അമ്മായിൻ്റെ മകള്, അമ്മാവൻ്റെ മകള്, അമ്മാവൻ്റെ മകന്, അങ്ങനെയുള്ള ബന്ധങ്ങളെ ഇൻസെസ്റ്റ് ബന്ധമായിട്ടാണ് കണക്കാക്കുന്നത്. അതിന് കാരണം ശാസ്ത്രീയമായ മനുഷ്യൻ്റെ അറിവാണ്. ശാസ്ത്രീയമായ അറിവനുസരിച്ച് ഇങ്ങനെയുള്ള രക്തബന്ധുക്കൾ തമ്മിൽ വിവാഹം ചെയ്താൽ അവരിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പാരമ്പര്യമായ വൈകല്യങ്ങളും രോഗങ്ങളും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആരോഗ്യമുള്ളൊരു സമൂഹം ഉണ്ടാവണമെങ്കിൽ രക്തബന്ധം തീരെ ഇല്ലാത്ത ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കണം എന്നാണ് ശാസ്ത്രീയമായ അറിവ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള യുക്തിവാദികളുടെ വിവാഹ നിയമത്തിൽ മുറപ്പെണ്ണും മുറച്ചെറുക്കനും തമ്മിലുള്ള വിവാഹം പോലും നിഷിദ്ധമാണ്. പക്ഷേ അള്ളാഹുവിനെ പോലുള്ള പഠിച്ചവന്മാർക്ക് ഈ വക യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരുടെ നിയമങ്ങളിൽ സഹോദരിമാർ പരസ്പരം, രക്തബന്ധുക്കൾ പരസ്പരം ഒക്കെ കല്യാണം കഴിക്കുന്നുണ്ട്. അതിലൊന്നും അവിടെ ഒരു കുഴപ്പമില്ല. സ്വന്തം മകളെ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഹദീസ് ഉണ്ട്. ആ മകളുണ്ടായപ്പോൾ ലീഗലായിട്ട് നിക്കാഹ് നടത്തിയിട്ടില്ല എന്ന ഒറ്റ ഉപാധി മതി. ഇപ്പം നിങ്ങൾക്ക്
നിങ്ങൾ പ്രണയത്തിലായിരിക്കുമ്പോൾ പ്രേമിച്ചിട്ടൊരു പെണ്ണ് ഒരു കുട്ടീനെ ഒരു ഗർഭിണിയായി പ്രസവിച്ചു വിചാരിക്കുക. ആ പെൺകുട്ടി പിന്നീട് വളർന്നു വരുമ്പോൾ ആ പെൺകുട്ടിയെ ഈ അച്ഛന് കല്യാണം കഴിക്കാമെന്ന് ഇസ്ലാമിക നിയമമുണ്ട്. സ്വന്തം രക്തത്തിൽ പിറന്ന സ്വന്തം മകളെ അച്ഛന് വിവാഹം കഴിക്കാം എന്ന വൃത്തികേട് എഴുതി വെച്ച മതത്തിൻ്റെ പേരാണ് ഇസ്ലാം. എന്നിട്ട് ഇവരാണ് നമ്മളോട് അമ്മ പെങ്ങൾ ഭോഗവും പറഞ്ഞിട്ട് വരുന്നത്. മാഷ് പറഞ്ഞത് ഫത്വൽ മുഈനിൽ ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് മകളെ കല്യാണം കഴിക്കാമെന്ന് തന്നെ ഞാൻ തോന്നുന്നു അതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലീഗലായിട്ട് മാരീഡ് അല്ലാത്ത ഇസ്ലാമിക വീക്ഷണം അനുസരിച്ച് ലീഗൽ മാരേജിന് മുൻപ് ജനിച്ച പെൺകുട്ടീനെ സ്വന്തം വാപ്പാക്ക് മകളാണെന്ന് അറിഞ്ഞാലും കല്യാണം കഴിക്കാം. അതിന് കാരണം മകൾ എന്ന ആ ഒരു പദവി അവിടെ ഇല്ല. എന്തുകൊണ്ട്? അവർ ലീഗലി മാരീഡ് അല്ലാത്തത് കൊണ്ടെന്നാണ് ഞാൻ പറയണത്. ഇതേതോ മൂസാമ്പർ കാലത്തെ പൊട്ടക്കഥയല്ല. എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ കല്യാണം കഴിച്ച വാപ്പാനെയും മകളെയും എനിക്കറിയാം. നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ വ്യക്തികളെ നമ്മളിതിനകത്ത് വലിച്ചഴക്കാൻ സാധിക്കാത്തത് കൊണ്ട്, അതിന് നമ്മുടെ ധാർമ്മികത അനുവദിക്കാത്തത് കൊണ്ട് മാത്രം അത് നമ്മൾ ആ കല്യാണം നടത്തി കൊടുത്തത് പള്ളിയിലെ കാളിയാണ്. അവർ താമസിക്കുന്ന ആ കാലഘട്ടത്തിലെ പള്ളിയിലെ കാളിയാണ് ഈ ഹുക്കം അറിഞ്ഞിട്ട് ബന്ധറിഞ്ഞിട്ട് നിക്കായത്. അപ്പോൾ അത്തരം സാധ്യതകളുണ്ട്. അതുമാത്രമല്ല, ഇസ്ലാമിൻ്റെ ധാർമ്മിക ചിന്ത വിശാലമാണ്. പട്ടിയും മനുഷ്യനും ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട് കുട്ടി ജനിച്ചാൽ ആ കുട്ടീനെ ഇമാമ് നിർത്താൻ പറ്റുമോ, അയാൾ ഒന്നുണ്ടാക്കിയാൽ അത് നജസാണോ എന്നുവരെയുള്ള താത്വികമായിട്ടുള്ള ചിന്തകൾ ഇസ്ലാമിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇസ്ലാമിൻ്റെ ധാർമ്മികത വളരെ വിശാലമാണ്. അതിലേക്കൊന്നും നമ്മൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ ലൈംഗിക സദാചാരവും ധാർമ്മികതയും യുക്തിവാദികളുടെ സ്വതന്ത്ര ചിന്തകരുടെ ധാർമ്മിക ബോധത്തോട് മാറ്റുരക്കാൻ കെൽപ്പുള്ള ഒരു ഉസ്താദ് ഇന്ന് കേരളത്തിൽ ഉണ്ടെങ്കിൽ അയാൾ ഇതുപോലൊരു സ്റ്റേജിലേക്ക് വരണം എന്ന് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻസെസ്റ്റിൽ ഇവർ പറയുന്നൊരു വാദം നമ്മൾ തൽക്കാലം, എനിക്കൊരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സാധനം ഉണ്ട്, പറയുന്നില്ല. ആ ഉസ്താദിനോട് നേരിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ പറയുന്ന ഇൻസെസ്റ്റിൻ്റെ പരിധി നമ്മൾ വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അറിവ്, ബോധം, നമ്മുടെ മൂല്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻസെസ്റ്റിൻ്റെ പരിധി, ഇസ്ലാമിൻ്റെ ഇൻസെസ്റ്റിൻ്റെ പരിധിയിൽ 2 അപ്ഡേഷൻസ് ആണുള്ളത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഒറ്റ പ്രസവത്തിലുള്ള ഒരു മാത്രം ആങ്ങളെയും പെങ്ങളും എന്നുള്ളത് മാറി മുഹമ്മദ് നബിൻ്റെ കാലമായപ്പോഴത്തേക്കും ഒരു ഉമ്മാക്ക് ജനിച്ചവരും വാപ്പാക്ക് വേറെ സ്ത്രീയിൽ ജനിച്ചവരൊക്കെ സഹോദരി ബന്ധത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ബൈബിൾ കഥയിൽ നിന്ന് കോപ്പി അടിച്ചപ്പോൾ മുഹമ്മദ് നബിക്ക് അയ്യേ എന്ന് തോന്നിയിട്ട് ഒഴിവാക്കിയൊരു കഥയുണ്ട് ബൈബിളിൽ. അത് ആ കഥ ഏതാണെന്നറിയോ? ലോത്തിൻ്റെ കഥ. ലൂത്ത് നബി എന്ന് നമ്മൾ പറയും. ഈ ലൂത്ത് നബിയുടെ കഥയിൽ ഇവരുടെ പെൺമക്കൾ വാപ്പാക്ക് മീൻസ് ഈ ലൂത്തിന് മദ്യം കൊടുത്ത് പിതാവിൽ നിന്ന് ഗർഭം ധരിച്ച ഒരു സംഭവം ബൈബിൾ കഥയിലുണ്ട്. മുഹമ്മദ് നബിൻ്റെ കാലമായപ്പോഴത്തേക്ക് അതൊക്കെ ഒരു ഇച്ചിരി മോശമായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കാലമായപ്പോഴത്തേക്ക് എളാപ്പാൻ്റെ മൂത്താപ്പാൻ്റെ മകള്, ഉമ്മാൻ്റെ അനിയത്തി, ജ്യേഷ്ഠത്തിൻ്റെ അനിയത്തിൻ്റെ മക്കൾ തമ്മിലുള്ള കല്യാണം ഇപ്പം നമുക്കൊരു മോശമാണ്. നമ്മളതിനെ ഇൻസെസ്റ്റിൻ്റെ പരിധിയിലാണ് പരിഗണിക്കുന്നത്. നിയമങ്ങളും അങ്ങനെയാണ്. പക്ഷേ ഇസ്ലാമിൽ നോക്കൂ, ഇസ്ലാമിൽ അതൊക്കെ ഹലാലാണ്. മുഹമ്മദ് നബിയുടെ കാലത്ത് അന്ന് അബൂ താലിബിൻ്റെ മകളെ കല്യാണം ആലോചിച്ചത് അന്നത്തെ കാലത്ത് അറിവുകേടാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ മമ്മൂട്ടി ഹാജിൻ്റെ അനിയൻ മൂസക്കുട്ടി ഹാജിൻ്റെ മകന് വേണമെങ്കിൽ മമ്മൂട്ടി ഹാജിൻ്റെ മകളെ കല്യാണം ആലോചിക്കും. സ്വന്തം മാതാവിൻ്റെ അനിയത്തിൻ്റെ മകളെ കല്യാണം ആലോചിക്കാൻ, സ്വന്തം പിതാവിൻ്റെ അനുജൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെ കല്യാണം ആലോചിക്കാൻ മുസ്ലിങ്ങൾക്ക് ഇപ്പോഴും ഒരു ലജ്ജയും തോന്നണ കാര്യമില്ല. കാരണം അള്ളാഹ് അനുവദിച്ചു കൊടുത്ത കിതാബിനകത്ത് അതുണ്ട്. മാത്രമല്ല അടുത്ത ബന്ധത്തിൽ നിന്നുള്ള കല്യാണങ്ങൾക്ക് പ്രത്യേക പ്രോത്സാഹനവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ പറയുന്ന ധാർമ്മികതയിൽ പരിഗണിക്കാവുന്ന കാര്യങ്ങളാണ്. അതുവരെ സ്ത്രീകളെ ഇപ്പത്തെ 2018 കാലഘട്ടത്തില് പെണ്ണുങ്ങൾ പഠിക്കാനുള്ള ഒരു ആവശ്യമാണ്. ഡിഗ്രി ഇപ്പൊ
എന്തായിരുന്നു? വിവാഹപ്രായം ഇങ്ങനെ ഉയർന്നു വരുന്നേ മുസ്ലിം പെൺകുട്ടികൾ കല്യാണത്തിന് വിസമ്മതമുള്ള അവസ്ഥയുണ്ട്. വിവാഹപ്രായം ഇങ്ങനെ ഉയർന്നു വരുന്നു. അപ്പോൾ ഇത് ഇപ്പോഴുള്ള ഈ വിവാഹ കമ്പോളത്തിൽ പെൺകുട്ടികളുടെ ഒരു നിലപാട്. ഇപ്പോൾ മുസ്ലിം സമുദായം വലിയ ബേജാറിലാണ് ഈ ഒരു പറഞ്ഞ കാര്യത്തിൽ. അത് നമ്മളൊക്കെ മനസ്സിലാക്കിയതിനേക്കാൾ ഗുരുതരമാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ. പള്ളി മഹല്ലുകൾ കേന്ദ്രീകരിച്ച് തന്നെ ഇതിൻ്റെ ചർച്ചകൾ ഗൗരവമായിട്ട് നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസം നേടിയ മുസ്ലിം പെൺകുട്ടികൾ വിവാഹത്തിന് വിസമ്മതിക്കുന്നു എന്നത് വലിയൊരു വിഷയമായി മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും എത്തുമ്പോഴേക്ക് ദല്ലാളുമാർ സ്കൂളിൻ്റെ വരാന്തി കൂടെ ഒക്കെ നടന്ന് പെൺകുട്ടികളെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിച്ചിരുന്നു. പണ്ടല്ല, വളരെ അടുത്ത കാലം വരെയൊക്കെ. എൻ്റെയൊക്കെ 3 സഹോദരിമാരെ കല്യാണം കഴിച്ചത് 10 വയസ്സിനും 14 വയസ്സിനും ഇടയിലാണ്. 4ാം ക്ലാസ് കഴിഞ്ഞ് 5ാം ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായത്തിൽ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മൂത്ത 2 സഹോദരിമാർ. എൻ്റെ ചെറിയ സഹോദരി കല്യാണം കഴിക്കുന്നത് 7ാം ക്ലാസ് പഠിച്ച് കഴിഞ്ഞ ഉടനെയാണ്. അത് അപ്പോഴേക്കെന്നെ എൻ്റെ ഉമ്മാക്കൊക്കെ ബേജാറായിരുന്നു. മൂത്ത് നരച്ചു പോയി, 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടീനെ കുറിച്ച് മൂത്ത് നരച്ചു പോയി, ഈ പുതിയാപ്പിളാരെ കിട്ടൂല, നിങ്ങൾക്കൊരു ബേജാറും ഇല്ല മനുഷ്യന്നൊക്കെ വാപ്പാനോട് ഇങ്ങനെ ഉമ്മ പരാതി പറഞ്ഞിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 7ാം ക്ലാസ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ കെട്ടിക്കാഞ്ഞിട്ട് ബേജാറായിരുന്നു. എന്നാൽ അവിടുന്ന് മാറി അത് പിന്നെ അങ്ങനെ കണ്ട് കൂടി വന്ന് ഇപ്പോൾ സർക്കാർ പറയുന്ന 21 വയസ്സായാലും നമുക്ക് പുതിയാപ്പിള വേണ്ട എന്ന് പെൺകുട്ടികൾ പറയാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, പെണ്ണ് കാണാൻ വരുന്നവൻ്റെ നെറ്റിമക്കാണ് ആദ്യം മുസ്ലിം പെൺകുട്ടികൾ നോക്കുന്നത്. നിസ്കാരത്തായ്മ ഉണ്ടെങ്കിൽ നല്ല ചായ കുടിച്ച് പോയിക്കോന്ന് പറയുന്നവരോട്. ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായം. കാരണം തിരിച്ചറിവുണ്ടായി. നിങ്ങൾക്കറിയോ 1935 ഇന്നത്തെ സമസ്ത ഉണ്ടല്ലോ, ആ സമസ്തയുടെ പൂർവികർ ഇറക്കിയ ഒരു ഫത്വ എപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ പറന്ന് കിടക്കുന്നുണ്ട്. അറബി മലയാളത്തിൽ പെൺകുട്ടികൾ അക്ഷരം പഠിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഫത്വ. ഞാനൊക്കെ മദ്രസയിൽ പഠിച്ചിരുന്ന കാലത്ത് പെൺകുട്ടികൾക്ക് എഴുത്ത് പാടില്ല. പരീക്ഷയൊക്കെ ഉസ്താദന്മാരെങ്ങനെ പെൺകുട്ടികളെ മടിയിലിരുത്തിയിട്ട് ഓറൽ പരീക്ഷ അന്ന് നടത്തിയിരുന്നത്. അന്ന് പെൺകുട്ടിയൊക്കെ എഴുതാൻ പാടില്ല എന്നായിരുന്നു. ഇപ്പം അവിടെ നിന്നൊക്കെ പോയി അങ്ങനെ വന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ഈ സമൂഹം വലിയ ബേജാറിലുമാണ്. ഇതിനൊക്കെ മാറ്റം വരുത്തി കാലത്തിനനുസരിച്ച് ഈ നിലപാടുകൾ മാറ്റിയില്ലെങ്കിൽ ഈ ചീട്ടുകൊട്ടാരം പൊളിയും എന്ന് ഒരുവിധ ആളുകളൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടുള്ള പോസിറ്റീവായ കുറേ മാറ്റങ്ങളും മുസ്ലിം സമൂഹത്തിലൊക്കെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ പ്രവർത്തനങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നിക്കാഹിനൊക്കെ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടെ ഒരുമിച്ചിരുത്തിയിട്ട് ഉമ്മയും ബാപ്പയും ഒരുമിച്ചിരുന്ന് നിക്കാഹ് നടത്തുന്ന ചടങ്ങുകളൊക്കെ ഇപ്പോൾ കേരളത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു ഒരു 10-15 കൊല്ലം മുമ്പ് വരെ. ആ രീതിയിൽ പെൺകുട്ടികളും മനുഷ്യരാവുന്നു എന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വളരെ ശുഭകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമ്മളതിനെ കാണുന്നത്. കാത്തിരുന്ന് കാണാം, ഇനിയും മാറ്റങ്ങളുണ്ടാവും. ഈ മാറ്റങ്ങളെയൊക്കെ ത്വരിതപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ പരോക്ഷ ലക്ഷ്യം. നിർത്താം, 2 മണി ഫുഡ് കഴിക്കണ്ടേ. ഇപ്പോൾ എന്നുള്ള രീതിയിൽ സംഘടന ഉണ്ടാക്കുന്ന സമയത്ത് താൽക്കാലികമായിട്ട് അതിൻ്റെ ആവശ്യമാണ് എന്ന രീതിയിൽ തോന്നിയിട്ടുണ്ട്. ഇതിന് കാരണം ഇപ്പോൾ ഒരുപാട് ആളുകൾ മുസ്ലിം ഭാഗത്തിൽ നിന്ന് മതം കൊണ്ടുവന്നെങ്കിലും പുറത്ത് പറഞ്ഞ ആദ്യത്തെ ചോദ്യം മനുഷ്യനെ എന്താ ചെയ്യുക. ഈ ഒരു ചോദ്യം അഡ്രസ് ചെയ്യുമ്പോൾ എല്ലാവരും മെഡിക്കൽ കോളേജിൽ കൊടുക്കാവുന്ന പ്രാക്ടിക്കലായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ മഹല്ല് എന്ന പോലത്തന്നെ നമ്മൾ മുസ്ലിം മഹല്ല് എന്ന രീതിയിൽ ഒരു അവസ്ഥാനോടെ താൽക്കാലികമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ അതിന് മുസ്ലിം വിട്ടുവരെ മാത്രമാണ് സംഘടനകളിലേക്ക് ഞാനൊരു കാര്യമല്ല. എന്നാൽ താൽക്കാലികമായ അതിൻ്റെ ആവശ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാരണം ഒരുപാട് ആദ്യം വരുന്നത് മനുഷ്യരെ എന്ത് ചെയ്യുക, അങ്ങനെ കുട്ടികളെ എന്ത് ചെയ്യും, ഈ ഒരു ചോദ്യം. അതോടുകൂടി പിന്നെ ഒന്ന് പുറത്തു പറയാം. അങ്ങനെ ഈ വീട്ടിനുള്ളിൽ മാത്രം പറയുന്നത്. അപ്പോൾ അതിന് പ്രാക്ടിക്കലായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടിയോടെ നമ്മൾ പിരിയാം എന്ന് വിചാരിക്കുന്നു. 2 മണിയായി. മരിച്ചിട്ട് പിരിയാം. നമ്മൾ മയ്യത്തമ്മ പിരിയാം. എന്നോട് ചോദിച്ചിട്ടുണ്ട്, എല്ലാവരോടും ചോദിക്കും, ഇസ്ലാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടൂള് ആളുകളെ കൺട്രോൾ ചെയ്യാൻ പേടിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് മരണഭയം.
മരണത്തെക്കുറിച്ചുള്ള ഭയമാണ് ഇസ്ലാം എന്ന് അല്ലെങ്കിൽ ഇവരുടെ ഈമാനിനെ ജ്വലിപ്പിക്കാൻ വേണ്ടി ഇവരിങ്ങനെ ഉപയോഗിക്കുന്നൊരു സാധനം. ഞാൻ പറയുന്നത്, ഒരാൾ വിശ്വാസം നഷ്ടപ്പെട്ടു പോയാലും ആ ഒരു കനൽ കുറച്ചാലൂടെ ഉണ്ടാവും, മരണഭയം കുറച്ചാലൂടെ ഉണ്ടാവും. ആ മരണഭയം ഉള്ള കാലത്തോളം നിങ്ങളോട് ഖബറിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ ബേജാറുണ്ടാവും. മരിച്ചു കഴിഞ്ഞാൽ എന്താ കാട്ടുക എന്ന് ചോദിക്കുന്നത് അയാൾ മരണത്തെക്കുറിച്ചുള്ള അവരുടെ ഭയത്തിൽ നിന്ന് ഉണ്ടാകുന്നൊരു സാധനമാണ്. കാരണം ഉദാഹരണമായിട്ട് മരണത്തിൽ സക്കറാത്തുൽ മൗത്ത് എന്നൊരു സാധനമുണ്ട്. അസ്രായിൽ റൂഹ് പിടിക്കുന്ന ഒരു രംഗം. അത് വെണ്ണയിൽ നിന്ന് നൂല് വലിച്ചൂരുന്നത് പോലെ സുഗമമായ മരണം എന്ന് പറഞ്ഞാൽ അതുപോലും അസഹനീയമായ വേദനയാണെന്നാണ്. പക്ഷേ ഒരവിശ്വാസിയുടെ റൂഹ് അള്ള പിടിക്കുന്നത് നല്ല പട്ടുതുണി മുള്ളിൻ്റെ കൂട്ടത്തിലൂടെ വലിക്കുന്ന പോലെ, പട്ടിൽ കൂട്ടത്തിൻ്റെ ഇടയിൽ പട്ടുതുണി വലിച്ചെടുക്കുന്നത് പോലെ വേദനാജനകമായ മരണം എന്നാണ്. അപ്പം ഇങ്ങനെ അതിനുശേഷം മയ്യത്ത് കിടക്കുന്ന സമയത്ത് ഒരു ഈച്ച വന്നിരുന്നാൽ പോലും ആന ചവിട്ടുന്ന വേദനയായിരിക്കും. ഇങ്ങനെ കുറേ മിത്തുകളും ഹദീസിലുള്ള വസ്തുതകളും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മരണഭയം, അത് കഴിഞ്ഞിട്ട് ഖബർ, ശിക്ഷ, ഇങ്ങനെ കുറേ ഭയമുണ്ട്. അപ്പം നമുക്ക് അള്ളാഹു പുകയാണെന്ന് തോന്നിയാലും ചെറിയ പ്രായത്തിൽ തലയിൽ കയറി കൂടിയിട്ടുള്ള ഈ ഭയം അവിടെ കിടക്കും. അതിൽ നിന്ന് മോചനം വരുമ്പോൾ ഈ ചോദ്യത്തിനൊക്കെ ഉത്തരം കിട്ടും. രണ്ട് തരത്തിൽ ഞാനിതിന് ഉത്തരം പറയാം. ഒന്ന്, അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി പറയാം. പ്രാക്ടിക്കൽ ആയിട്ട് നമ്മൾ മതത്തിൽ നിന്ന് മുക്തമാവുമ്പോൾ നമ്മുടെ ഒരു പൊതു സമൂഹത്തിനോടുള്ള ഒരു ലയനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞു, അയാളെ മരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന് മാത്രമല്ലേ ഖബർസ്ഥാനുള്ളൂ, ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ സെമിത്തേരി ഉണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് പൊതു ശ്മശാനങ്ങളുണ്ട്. ഇവിടെ പൊതു ശ്മശാനങ്ങളിൽ തന്നെയും മനുഷ്യന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മുസ്ലിങ്ങൾ മരിച്ചവർക്ക് ഒറ്റ ഓപ്ഷനുള്ളൂ, ഈ വീതിയില്ലാത്ത ഖബറിലേക്ക് ചെരിച്ച് കുത്തി ഇറക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷനുള്ളൂ. മതമില്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇഷ്ടം പോലെ ഓപ്ഷനുണ്ട്. ഇലക്ട്രിക് ആയിട്ടുള്ള ശ്മശാനങ്ങളുണ്ട്, മണ്ണിൽ കുഴിച്ചിടാനുള്ള സംവിധാനങ്ങളുണ്ട്, അതേപോലെ തന്നെ വേണമെങ്കിൽ വിറക് കൂട്ടിയിട്ട് നമുക്ക് കത്തിക്കാനുള്ള ശ്മശാനങ്ങൾ, നമുക്ക് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ആണ്. മതമില്ലാത്ത ഗ്യാസിലുള്ള ഓപ്ഷൻസ് പുതിയത് വന്നിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ മനുഷ്യർക്ക് പിന്നീട് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള നമ്മുടെ ഡെഡ് ബോഡി മരണത്തിന് ശേഷം മനുഷ്യർക്ക് ഉപയോഗപ്പെടാവുന്ന രീതിയിൽ ഉപയോഗിക്കാനുള്ള അവസ്ഥ നമുക്കുണ്ട്. അതേപോലെ തന്നെ അവയവദാനത്തിനുള്ള സാധ്യതയുള്ള മരണമാണെങ്കിൽ അത് നമുക്ക് ഓപ്ഷനാണ്. അപ്പം മതത്തിൽ നിന്ന് മുക്തനായ ഒരു മയ്യത്തിനെ സംബന്ധിച്ച് അവൻ്റെ മുമ്പിൽ വിശാലമായിട്ടുള്ള സാധ്യതകളാണ്. മതത്തിൽ മരിച്ചവന് 95-100 കിലോ ഉള്ള ഒരാളെ ഈ ഒരു ചാണിലേക്ക് മുട്ടുകാല് കൊണ്ട് ചവിട്ടി താഴ്ത്തുകയാണ് ചെയ്യുക, അല്ലേ? ഖബർ കണ്ടിട്ടില്ല നിങ്ങൾ? ഖബറടക്കുന്നത് ഒരു ചാണിനകത്തേക്ക് രണ്ടാമത്തെ ആഴത്തിലേക്കുള്ള ഖബറിന് വീതി ഉണ്ടാവില്ല. എത്ര തടിയുള്ള മയ്യത്താണെങ്കിലും നീര് വന്ന് വീർത്ത മൃതശരീരമാണെങ്കിലും അതിനെ ഖബറിൽ വെക്കുന്നവൻ്റെ മുട്ടുകാല് വെച്ച് താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ദുരവസ്ഥേക്കാളും വിശാലമായ സാധ്യതകൾ നമുക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമത്തത്, ഈ ചോദ്യം ചോദിക്കുന്നവൻ അവൻ്റെ മരണഭയത്തിൽ നിന്ന് ചോദിക്കുന്നതാണ് എന്നുള്ളൊരു സഹാനുഭൂതി നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു വശം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ ഡെഡ് ബോഡി എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ചോയ്സും ഇല്ല. മനസ്സിലായോ? ഡെഡ് ബോഡി നിയമപരമായിട്ട് ഡെഡ് ബോഡിയുടെ അടുത്ത അവകാശികൾ ആരാണോ ഇതിൻ്റെ അവകാശികൾ, അവരുടെ തീരുമാനമാണ് നടക്കുക. അതിപ്പോൾ നമ്മളൊരു വലിയ കാട്ട വിൽപ്പത്രം എഴുതി വെച്ചിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഡെഡ് ബോഡിയുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് വില്ല് പോലും നിയമപരമായിട്ട് ബാധ്യതയൊന്നുമല്ല. അപ്പോൾ അതിനെക്കുറിച്ച് വിശ്വാസത്തിൽ നിന്ന് മോചനം നേടുന്നവൻ ആദ്യമായിട്ട് മോചിപ്പിക്കപ്പെടുന്നത് ആ മരണഭയത്തിൽ നിന്ന് കൂടിയാണ്. മരിച്ചു കഴിഞ്ഞതിനെ സംബന്ധിച്ച് നമ്മൾ മരിച്ചവിടെ കിടക്കുന്നുണ്ടാവും, ബാക്കി കൂടി നിൽക്കുന്ന ആളുകൾ തീരുമാനിക്കും എന്ന ലളിതമായ ഉത്തരവേ ഉള്ളൂ ഈ ചോദ്യം ചോദിക്കുന്നവനോട്. എന്നോട് ചോദിച്ചത് എൻ്റെ ഒരു ആത്മസുഹൃത്താണ്. അപ്പം ഞാൻ അവനോട് കുറച്ചുകൂടി സ്വാതന്ത്ര്യം എടുത്ത് പറഞ്ഞു, ഞാനവിടെ ഉണ്ടാവും, എനിക്ക് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ നീ വേണമെങ്കിൽ മസാലയൊക്കെ തേച്ച് പൊരിച്ച് തിന്നോ എന്ന് പറഞ്ഞു. ഇത് അത്ര ലളിതമായിട്ട് ഇതിനെ കാണാൻ പഠിക്കുക. പ്രാക്ടിക്കലായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. മതവിശ്വാസികൾക്ക് ഒരു ഓപ്ഷനും ഇല്ല. ക്രിസ്ത്യാനി ആണെങ്കിൽ കൂട്ടിക്കറി കിടക്കണം, മുസ്ലിം ആണെങ്കിൽ ഖബർ കിടക്കണം, അല്ലേ? ആകെ ഓപ്ഷൻസ് വളരെ കുറവാണ്. നമുക്ക് വിശാലമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനിയും പുതിയ ഓപ്ഷൻസ് വരും. പ്രതീക്ഷയോടെ കാത്തിരിക്കാം. എന്തായാലും ഇത്രയും നേരം മാഷ്ക്ക് എന്തെങ്കിലും അതിനകത്ത് ചേർക്കാനുണ്ട്? എന്തായാലും ഇത്ര നേരം കേട്ടിരുന്ന ആളുകൾക്ക് നന്ദി പറയുന്നു. വളരെ രസകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റി. നമുക്ക് മറ്റൊരവസരത്തിൽ ഇത്തരം ചർച്ചകൾ, ഡയലോഗുകൾ തുടരും.